ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്ട്രീറ്റ് ടോർക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫസ്റ്റ് ജെൻ BS3 KTM ഡ്യൂക്ക് 390 ആണ്. മികച്ചൊരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്ക്. സിംഗിൾ സിലിണ്ടറിൽ മാക്സിമം പവർ, മാക്സിമം ടോർക്ക് ഒക്കെ ഇന്ത്യയിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ മോൺസ്റ്ററാണ്. ആയതിനാൽ തന്നെ ചെറുപ്പക്കാരിൽ ഇത് മാക്സിമം ആക്സിഡൻറ്റിനും സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഈ ബൈക്ക് കാരണം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ വണ്ടിയുടെ മോശം കൊണ്ടല്ല, മറിച്ച് ആളുകൾക്ക് ഇത്രയും പവർ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കില്ലർ മോൺസ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു സേഫായ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് വണ്ടിയുടെ ഡിസൈനിൽ നിന്നും തുടങ്ങാം. കാലത്തിന് മുന്നേ തന്നെ ഇറങ്ങിയൊരു വണ്ടി എന്ന നിലയിൽ ഇതിൻ്റെ ഡിസൈൻ മറ്റു ബൈക്കുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ മിനിമലായിട്ടുള്ള ഒരു ട്രെലിസ് ഫ്രെയിം, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷാസി, അതേപോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ടോട്ടൽ ബോഡി. അതായിരുന്നു ഈ ബൈക്ക്. KTMൻ്റെ എല്ലാ ബൈക്കുകളിലും കണ്ടുവരുന്ന ആ ഒരു ഫസ്റ്റ് ജെൻ ഡിജിറ്റൽ ക്ലസ്റ്റർ മീറ്റർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വൈഡ് ഹാൻഡിൽ ബാറാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പ്രോക്കറ്റ് സൈസൊക്കെ വളരെ വലുതായിട്ട് തന്നെ കാണാം. നൽകാവുന്നതിൽ തന്നെ മികച്ച ഒരു ടയർ സൈസ് കൂടിയാണ് ഈ വണ്ടിയിൽ നൽകിയിരിക്കുന്നത് KTM. നല്ലൊരു ടയർ മഡ് ഫ്ലാപ്പും ഈ വണ്ടിയിൽ KTM നൽകിയിരിക്കുന്നു. ഇനി സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജെന്നിൽ ഈ സീറ്റ് ഒരു ഹാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലർക്കത് യൂസ് ടു ആവും, ചിലർക്കത് കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റ്. എനിക്ക് പക്ഷേ ഇത് വളരെ കംഫർട്ടബിളാണ്. ലോങ് റൈഡിലും ഈ സീറ്റ് എനിക്ക് കംഫർട്ടബിളാണ്. ഇനി നമുക്കിത് ഓടിച്ചുകൊണ്ട് കുറച്ച് സംസാരിക്കാം. ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചും കുറച്ച് സംസാരിക്കാം. ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്. 373cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ, 900 RPMൽ 44 bhpയും 35 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വണ്ടി റെവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ റെവ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും കണക്റ്റഡ് ആയിട്ടാണ് ഈ വണ്ടി നമ്മൾ ഓടിക്കുക. സിറ്റിയിൽ ഇതിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായി തോന്നുമെങ്കിലും ഹൈവേയിൽ കയറുമ്പോൾ ഒരു 130+ ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ നല്ല വിൻഡ് ബ്ലാസ്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. വളരെ മികച്ച ഷാർപ്പായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിഫർ സൈഡിൽ നിൽക്കുന്ന സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്. നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ അത് കുറച്ച് ബമ്പി ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നല്ല മികച്ച റോഡുകളിൽ, ഹൈവേകളിൽ അത് തരുന്ന ഒരു ഹാൻഡ്ലിംഗ് ഫീൽ വേറെ തന്നെയാണ്. വണ്ടി ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോകുന്നത് പോലെ ഒരിക്കലും തോന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു മികച്ച ഫീച്ചറാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. ഫ്രണ്ട് ബ്രേക്ക് നല്ലൊരു മികച്ച ബൈറ്റാണ് ഈ വണ്ടിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വണ്ടി നമ്മുടെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തരുന്നത് പോലെ തന്നെ അതിനേക്കാൾ മികച്ചൊരു ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുക. റെയിൽ ബ്രേക്ക് അതുപോലെ തന്നെ വണ്ടിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പാകത്തിൽ ഒരു മീഡിയം സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഫ്യൂൽ എഫിഷ്യൻസി ഒരു മികച്ച കാര്യമാണ്. ഇതിൽ നിന്നും കാര്യമായ ഫ്യൂൽ എഫിഷ്യൻസി ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബൈക്കായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. ഏകദേശം ഒരു 20 to 30 റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 20, 22, 25 മാക്സിമം. അതേപോലെ ഹൈവേയിലൊക്കെ 28, മാക്സിമം 30, ആ രീതിയിലാണ് ഇതിൻ്റെ മൈലേജ്. അതുപോലെ മറ്റൊരു കാര്യമാണ് KTM എഞ്ചിൻ്റെ റിലയബിലിറ്റി.
ഓൾമോസ്റ്റ് ഒരു 40,000 50,000 വരെ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിനിൽ നിന്നും പലതരം സൗണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ KTM എഞ്ചിനിൽ നിന്നും കണ്ടുവരാറുണ്ട്. മെയിനായിട്ടൊരു മെയിൻ്റനൻസ് കറക്റ്റ് സമയത്തോ അതിൽ കുറച്ച് മുന്നേ ആയിട്ട് ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു വണ്ടിയാണ് KTM വണ്ടികളെല്ലാം തന്നെ. ചെയിൻ ക്ലീനിങ്, ഓയിൽ ചേഞ്ച്, കൂളൻ ചേഞ്ച് അതൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ ചെയ്തു പോയാൽ വണ്ടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പാർട്സ് അവൈലബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിലും പാർട്സും KTMൻ്റെത് അത്യാവശ്യം എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാമോ എന്ന് ചോദിച്ചാൽ KTM വണ്ടികളുടെ മറ്റൊരു മാർക്കറ്റിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇതിന് റേറ്റ് കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഒരു മികച്ച വണ്ടി കിട്ടിയാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളൊരു എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഒരു BS3 ഡ്യൂക്ക് 390 കൺസിഡർ ചെയ്യാവുന്നതാണ്. നീറ്റായിട്ടുള്ളൊരു BS3 ഡ്യൂക്ക് കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിലും നല്ലൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ എപ്പോഴും ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഒരു എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ എനിക്കിത് സജസ്റ്റ് ചെയ്യാനുള്ളത്. ബിഗിനേഴ്സിന് ഇത് കൺസിഡർ ചെയ്യാമോ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. 150cc നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ബൈക്കിങ്ങിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കോ സെക്കൻഡ് ബൈക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു എന്തൂസിയാസ്റ്റിക് ബൈക്കാണ്. കാരണം റോഡിൽ ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കിന് പോലും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതിന് ബ്രേക്കിങ്ങും അതിൻ്റെ ഒരു മസിൽ മെമ്മറി ഒക്കെ ഓൾറെഡി ഡെവലപ്പ് ആയ ഒരാൾക്ക് ഒരു റൈഡർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച ബൈക്കുകളിൽ ഒന്നാണ്. അപ്പം ഇത്തരം മികച്ച ബൈക്കുകളുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.